2014 പാരമ്യത്തിലെത്തിയെന്ന് കരുതിയ മോദി തരംഗം 2024 തുടരുമോ എന്നറിയാൻ രാജ്യം ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. എന്നാൽ മോദി തരംഗത്തിന് കോട്ടം തട്ടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും മൂന്നാം തവണയും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുമ്പോൾ ചരിത്രപരമായ മറ്റൊരു നേട്ടം കൂടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. 3 ടേം ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നു എന്ന നേട്ടം ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം പങ്കിടാമെന്ന അപൂർവ റെക്കോർഡ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJP 5 വർഷം സുസ്ഥിരമായി ഭരണം നടത്തുമോ എന്നും മോദിക്ക് പഴയ ശക്തി ഉണ്ടാവുമോ എന്നും സംശയങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെയും ഭരണത്തിൻ്റെയും ലഘു ചരിത്രത്തോടൊപ്പം രസകരമായ ആ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നേ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് കുറച്ചധികം പേർ പണം ഓഫർ ചെയ്തിട്ട് പാർട്ടി പ്രൊമോഷന് വേണ്ടിയിട്ട് എന്നെ സമീപിച്ചിരുന്നു. മറ്റ് പല യൂട്യൂബേഴ്സും കാശ് മേടിച്ചതായിട്ടൊക്കെ എനിക്കറിയാം. എങ്കിൽ പോലും ഒരു ചില്ലിക്കാശ് പോലും ഞാൻ മേടിച്ചിട്ടില്ല. തുടർന്നും രാഷ്ട്രീയ പ്രൊമോഷൻസ് നമ്മുടെ ചാനൽ വഴി ഉണ്ടാവില്ല എന്ന കാര്യം അറിയിക്കുകയാണ്. എങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾ പറയുന്നതിന് ഒരു പേടിയും ഒരു കുറവും ഉണ്ടായിരിക്കുന്നതല്ല. രണ്ടാമത്തെ കാര്യം, മോദി അധികാരത്തിൽ കയറുമെന്ന് വാർത്ത വന്നപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ കയറി. സീറ്റ് കുറഞ്ഞപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞു. ഇപ്പോൾ നോക്കിയാൽ മോദി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന അവസ്ഥ വന്ന സമയത്ത് മാർക്കറ്റ് വീണ്ടും കയറി. ഈ സമയത്ത് ഒരുപാട് പേർ ഹൈ റിസ്ക് എടുത്തിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അത്രയ്ക്ക് നല്ലതല്ല. എന്നാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിന് ഉയർച്ച താഴ്ചകളൊക്കെ കാണും, പക്ഷേ റിസ്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കയ്യിലുള്ളത് 10,000 രൂപയാണെങ്കിലും ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എല്ലാം ഒരു സ്ഥലത്ത് നിക്ഷേപിക്കാൻ പാടില്ല. ബാങ്കിലും സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലും സ്വർണത്തിലും ഡെറ്റിലും വസ്തുവിലും ഒക്കെയായിട്ട് നിക്ഷേപം വൈവിധ്യപ്പെടുത്തണം. കൃത്യമായി വരവ് ചെലവ് നിയന്ത്രിച്ച് ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഇതെല്ലാം പഠിക്കാൻ ഇനിയും സമയം വൈകിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ 2024 40% തീർന്നു എന്ന കാര്യം ഓർക്കണം. ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്ന താല്പര്യമുള്ളവർക്ക് എൻ്റെ പേഴ്സണൽ ഫൈനാൻസ് മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. 6 മണിക്കൂർ പ്രീ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പണം ഉണ്ടാക്കാനും കൈകാര്യം ചെയ്യാനും വിവിധ അസറ്റ് ക്ലാസ്സുകളിൽ ശരിയായിട്ട് നിക്ഷേപിക്കാനും ടാക്സ് പ്ലാൻ ചെയ്യാനും റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാനും 10ലധികം ഫൈനാൻഷ്യൽ ടൂളുകളുടെ സഹായത്തോടെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. ഫോണിലെ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. 6,000 രൂപ വിലയുള്ള കോഴ്സ് ഈ വീഡിയോ വഴി ജോയിൻ ചെയ്യുന്ന ആദ്യ 250 പേർക്ക് 2,799 രൂപയ്ക്ക് ഇപ്പോൾ ലഭ്യമാണ്. ജീവിതകാലം മുഴുവൻ വേണ്ട അറിവുകൾക്ക് വേണ്ടി വളരെ ചെറിയൊരു തുക ചെലവഴിക്കുന്നത് വലിയ കാര്യമായിട്ട് കാണേണ്ടതില്ല. കോഴ്സിന് ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ ഇലക്ഷൻ ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം 16 വർഷം നീണ്ടുനിന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലത്ത് കേന്ദ്രത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു എന്ന് തന്നെ പറയാം. സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകളെ ആകർഷിക്കാനുള്ള ശക്തിയും നെഹ്റുവിൻ്റെ പ്രബലവും ആകർഷണീയവുമായ വ്യക്തിത്വവും ഇതിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ മരണശേഷം അങ്ങനെ ഒരു നേതാവിൻ്റെ വിടവ് ഒരു പരിധിവരെ നികത്തിയത് മകൾ ഇന്ദിരാഗാന്ധിയാണ് എന്ന് പറയാം. എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ തകർച്ചയുടെ സൂചന എന്നോണം ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് കോൺഗ്രസ് പിളർന്നു. കൂടാതെ അടിയന്തരാവസ്ഥ പോലുള്ള പ്രശ്നങ്ങളും കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് വലിയൊരു കാരണമായി. കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കുറഞ്ഞത് പല പ്രാദേശിക പാർട്ടികളുടെയും പിറവിക്ക് കാരണമായി. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നാലും നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലായിരുന്നാലും വൺ പാർട്ടി വൺ ലീഡർ എന്ന രീതി കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പോക്ക്. 1977-79 കൂട്ടുമന്ത്രിസഭ ഒഴിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 1947 ശേഷം കോൺഗ്രസിൻ്റെ തന്നെ ശക്തമായ ആധിപത്യമായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ 1989 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറി. നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തന്നെ പ്രാദേശികമായി ചെറു പാർട്ടികൾ വളർന്നു വന്നത് കോൺഗ്രസിൻ്റെ ഒറ്റപ്പാർട്ടി ആധിപത്യം ഒരു പരിധിവരെ തടയാൻ കാരണമായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനുള്ള സാഹചര്യവും ഇല്ലാതായി. 1989 മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 2014 വരെ കോൺഗ്രസിനെന്നല്ല ഒരു പാർട്ടിക്കും ഇന്ത്യയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായിട്ടില്ല. പിന്നീട് 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് 282 സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നതാണ് ഇതിനൊരു മാറ്റമായിട്ട് മാറിയത്. 2019 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കൊണ്ട് അവർ വിജയം ആവർത്തിച്ചു. BJPയുടെ വിജയത്തിന് മോദിയുടെ പ്രഭാവം വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2024 BJP ഒറ്റയ്ക്ക് നേടിയ 240 എന്ന സംഖ്യ പോലും ഇന്ത്യൻ ചരിത്രത്തിൽ വലിയൊരു സംഖ്യ തന്നെയാണ്. അത് ചരിത്രത്തിന്റെ ഭാഗവുമാണ്. എങ്കിൽ പോലും സഖ്യകക്ഷികളുമായി ചേർന്ന് 400 കടക്കുമെന്ന് പറഞ്ഞിട്ടും അതിൻ്റെ 7 അയലത്ത് പോലും എത്താതിരുന്നതും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നതുമാണ് തിരിച്ചടിയായിട്ട് ഇപ്പോൾ വിലയിരുത്തുന്നത്. 2024 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ ദേശീയ ഒപ്പീനിയൻ സർവേകളെല്ലാം പ്രവചിച്ചിരുന്നത് മോദി ഒരു വട്ടം കൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുമെന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇന്ത്യ ടുഡേ രാജ്യവ്യാപകമായി നടത്തിയ സർവേയിൽ പ്രതികരിച്ചതിൽ പകുതിയിലധികം പേരും മോദി തന്നെ 3ാമതും
ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇന്ത്യയെ നയിക്കണമെന്ന് ചിന്തിക്കുന്നവരായിരുന്നു. ഈ വർഷം ഏപ്രിലിൽ നടന്ന സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി പ്രസിദ്ധീകരിച്ച സർവേ അനുസരിച്ച് സർവേയിൽ പ്രതികരിച്ച 48% പേരും മോദിയെ പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ സർവേയിൽ 27% പേർ മാത്രമാണ് രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി കാണണമെന്ന ആഗ്രഹത്തോടെ തെരഞ്ഞെടുത്തത്. സർവേയിൽ പങ്കെടുത്ത 43% പേരും NDA തന്നെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമായിരുന്നു. ഒരു വലിയ കാലയളവിന് ശേഷം ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെയും ഇന്ദിരാഗാന്ധിയുടെ കാലത്തെയും പോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം വൺ പാർട്ടി വൺ ലീഡർ എന്ന ഫോർമുലയെ കേന്ദ്രീകരിച്ച് നീങ്ങാൻ തുടങ്ങിയതായിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അത് തന്നെ തുടർന്നും സംഭവിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു BJP ഇത്തവണയും തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. മോദിയെ മാത്രം എല്ലാ സംസ്ഥാനങ്ങളിലും ഉയർത്തിക്കാണിച്ചതിന്റെ പ്രധാന കാരണവും ഇത് തന്നെ ആയിരിക്കണം. ആകെ മൊത്തം 350 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ 2019 അധികാരത്തിൽ വന്ന NDAക്ക് ഇത്തവണ സീറ്റ് വർദ്ധിപ്പിച്ച് അധികാരത്തിൽ വരാമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. 2019 BJPക്ക് ഒറ്റയ്ക്ക് 303 സീറ്റ് ഉണ്ടായിരുന്നു. അബ് കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് NDA ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. ഇത്തവണ ഹിന്ദി ഹൃദയഭൂമി കൂടാതെ സൗത്ത് ഇന്ത്യയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറ്റം നടത്താൻ BJP പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും നിരവധി തവണയാണ് മോദി സന്ദർശനം നടത്തിയത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള ഏറ്റവും അധികം നിയോജക മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. ഉത്തർപ്രദേശിൽ 2019 80-ൽ 62 സീറ്റാണ് BJP നേടിയത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി മെയ് മാസം 3-ാം ഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഗ്ലോബലായി മറ്റൊരു നെഗറ്റീവ് ഫാക്ടേഴ്സും ഇല്ലാതെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ചെറിയ രീതിയിൽ ഇടിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയൊരു കാര്യമാണ്. ഇന്ത്യൻ ഇക്വിറ്റി ബെഞ്ച്മാർക്കായ സെൻസെക്സും നിഫ്റ്റിയും തുടർച്ചയായ ദിവസങ്ങളിൽ താഴ്ന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. ഇത് NDA ഗവൺമെൻറ് 3ാമത് അധികാരത്തിൽ വരില്ല എന്നതിൻ്റെ സൂചനകൾ നൽകിയതായിട്ട് ചിലർ അഭിപ്രായപ്പെടുകയുണ്ടായി. ചില സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് ശതമാനം കുറഞ്ഞതും ഭരണ പാർട്ടിക്ക് തിരിച്ചടിയാണ് എന്നുള്ള അഭിപ്രായങ്ങൾ ഉയരാൻ ആ സമയത്ത് തന്നെ കാരണമായിരുന്നു. ഇതിനിടെ 3ാം തവണയും വലിയ വിജയം നേടിക്കഴിഞ്ഞ് BJP ഭരണഘടന പരിഷ്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കുമെന്ന് പ്രതിപക്ഷമടക്കമുള്ള BJPയുടെ വിമർശകർ ആശങ്ക ഉന്നയിച്ചിരുന്നു. അല്ലെങ്കിൽ ചില BJP നേതാക്കളുടെ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടി അവർ അങ്ങനെ ഒരു പ്രചരണം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് ജൂൺ 1-ാം തീയതി വിവിധ ചാനലുകൾ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തുവിട്ടതും നമ്മൾ കണ്ടതാണ്. NDAക്ക് തന്നെ വൻ ഭൂരിപക്ഷം ഉറപ്പിച്ചിട്ടായിരുന്നു അത്തരം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വന്നത്. ഇത് മാർക്കറ്റിന്റെ കുതിപ്പിന് ആ സമയത്ത് കാരണമായത് ഞാനും കണ്ടതാണ്, നിങ്ങളും കണ്ടതാണ്. പക്ഷേ ഫലം പുറത്തു വന്നപ്പോൾ NDA 295 സീറ്റിലും BJP വെറും 240 സീറ്റിലുമായിട്ട് ചുരുങ്ങുകയാണ് ഉണ്ടായത്. വെറും 240 എന്ന് പറയുമ്പോൾ ആകെ മൊത്തം 400-ലധികം സീറ്റ് നേടുമെന്നും ഒറ്റയ്ക്ക് 300-ലധികം സീറ്റ് നേടുമെന്നും കരുതിയിരുന്നൊരു കക്ഷിയാണ് 240ലേക്ക് കുറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ത്യൻ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 1989 ശേഷമുള്ള കാര്യം നോക്കുകയാണെങ്കിൽ 240 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ തന്നെയാണ്. പക്ഷേ BJP പ്രതീക്ഷിച്ച വിജയമോ എക്സിറ്റ് പോളുകൾ പ്രതീക്ഷിച്ച റിസൾട്ടോ ആ സംഖ്യയ്ക്ക് നൽകാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇതൊരു ചെറിയ സംഖ്യ എന്ന് വ്യാഖ്യാനിക്കാൻ കാരണമായത്. BJPക്ക് സീറ്റുകൾ നഷ്ടമായത് മാത്രമല്ല, മോദി എന്ന ബ്രാൻഡിന്റെ നിറം മങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. മോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ വോട്ടെടുപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ മോദി പിന്നിലായത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇത് മോദിക്കും BJPക്കും വോട്ടെണ്ണലിൽ നേരിടാനിരുന്ന നഷ്ടത്തിന്റെ ഒരു സൂചന മാത്രമായിരുന്നു. 2019 4.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് ഇപ്രാവശ്യം 1.5 ലക്ഷമായിട്ടായിരുന്നു. മോദി വിരുദ്ധ വോട്ടിന്റെ ഭൂരിഭാഗവും ഒന്നിച്ചു പിടിക്കാൻ കോൺഗ്രസിന്റെ അജയ് റായ്ക്ക് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. വോട്ട് എണ്ണിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ല. അതുകൊണ്ട് തന്നെ ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞിരുന്നു. എന്നാൽ ലോങ് ടേം നിക്ഷേപകർക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല. മാർക്കറ്റ് കയറും ഇറങ്ങും. എന്നാൽ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ നിലയിൽ നിന്നും ഏറ്റവും മുകളിലെ നിലയിലേക്കാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടുത്തടുത്തുള്ള ഉയർച്ച താഴ്ചകളിൽ വാങ്ങിവിറ്റാൽ ലാഭമുണ്ടാവാം, നഷ്ടമുണ്ടാവാം. പക്ഷേ ലോങ് ടേമിലേക്ക് കൃത്യമായിട്ട് നമ്മൾ നിക്ഷേപം നടത്തുകയാണെങ്കിൽ എന്തുകൊണ്ടും റിസ്ക് വളരെ കുറഞ്ഞ രീതിയിൽ വലിയ ലാഭമുണ്ടാക്കാനുള്ള സാധ്യതകൾ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കിയാൽ BJP തന്നെ അധികാരത്തിലെത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നു എന്നത് മാത്രമല്ല, നിതീഷ് കുമാറും പവൻ കല്യാണും ചന്ദ്രബാബു നായിഡുവും അടക്കമുള്ളവർ ശക്തമായ പിന്തുണ അറിയിച്ച് അതിശക്തമായി തന്നെ
മോദി സ്തുതി നടത്തിയതാണ് NDA യോഗത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. ഇത് മലയാള മാധ്യമങ്ങളിൽ എത്രത്തോളം കാണിച്ചു എന്ന കാര്യം എനിക്കറിയില്ല. അവരുടെ പ്രസംഗങ്ങളെല്ലാം ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്, അതിശക്തമായിട്ടുള്ള പിന്തുണയാണ് നരേന്ദ്രമോദിക്കും NDAയ്ക്കും ഈ സഖ്യകക്ഷികൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇനി NDAയിലെ പ്രബലമായ 2 കക്ഷികൾ ഒന്നിച്ച് പോയാലും NDAയ്ക്ക് 275 സീറ്റുകൾ ഉണ്ടാവും എന്നതാണ് കണക്ക്. കാരണം ചെറു പാർട്ടികളും കുറച്ചധികം സ്വതന്ത്രന്മാരും ഇപ്പോഴും NDA പക്ഷത്തുണ്ട്. എങ്കിലും രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാമെന്നത് നമ്മൾ മറക്കാൻ പാടില്ല. എന്തായാലും മോദി ഷാ സഖ്യം വളർത്തിയെടുത്ത ഗുജറാത്തി ലോബിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ ഡോമിനൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വിമർശനം. മോദി പ്രഭാവത്തിന് കാര്യമായ കോട്ടം സംഭവിച്ചിട്ടുണ്ട് എന്നും കണക്കുകൾ വെച്ച് വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിമർശനങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ട് എങ്കിലും 3ാം തവണയും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നതോടുകൂടി അതൊരു ചരിത്ര മുഹൂർത്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം 10 വർഷം രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രിയെയാണ് ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്ത് വീണ്ടും പ്രധാനമന്ത്രിയാവാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. എങ്കിലും മോദി ആദ്യമായിട്ടാണ് ഒരു കൂട്ടുമന്ത്രിസഭയെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിൽ അദ്ദേഹം എത്രത്തോളം വിജയിക്കുമെന്നും അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി എങ്ങനെ തയ്യാറാവുമെന്നതുമെല്ലാം നമ്മളിനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ പേഴ്സണൽ ഫൈനാൻസ് മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആവശ്യമായ ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റിലുണ്ട്. ഇനിയും കാത്തിരിക്കേണ്ട, സ്വന്തമായിട്ട് പഠിക്കേണ്ട ആളുകൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം. പക്ഷേ അതിന് ഒരുപാട് സമയവും പണവും നഷ്ടമാണ്. എന്നാൽ 6 മണിക്കൂർ കൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിക്ഷേപം നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. അത് ഒരുപാട് പണം നമുക്ക് ലാഭിച്ച് നൽകുന്നതാണ്. അപ്പോഴെന്തായാലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആവശ്യമായ ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റിലുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സിമ്പിളായിട്ട് പേയ്മെൻറ്റ് നടത്താം, കോഴ്സിൽ എൻറോൾ ചെയ്യാം, പിന്നെ പഠിച്ചു തുടങ്ങാം. പരമാവധി 2-3 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.